Hello. Welcome to market discussion of the day. Today, July 25th, 2025, ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പുതിയ ബാച്ച് അടുത്ത ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടായിരിക്കും ഈ ഒരു കോഴ്സ് നടക്കുന്നത്. 4 ദിവസത്തെ ഒരു ബേസിക് കോഴ്സാണ്. ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക എന്നുള്ള കാര്യം വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോകുന്നു. സോ ഇന്ന് നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകുമ്പോൾ ഇന്ന് നമുക്ക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഒറ്റ ന്യൂസാണുള്ളത്. പക്ഷേ അത് ഇമ്പാക്റ്റ്ഫുൾ ന്യൂസ് ആയിരിക്കും. ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഉണ്ട്. അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും, മാർക്കറ്റിലൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ട് നല്ല പോസിബിലിറ്റി ഉള്ള ന്യൂസ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇന്ന് നിങ്ങൾ ഒരു കാരണവശാലും ഓവർനൈറ്റ് ഹോൾഡിംഗ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. കാരണം ഒരുപാട് പൊളിറ്റിക്കൽ ന്യൂസുകൾ സാറ്റർഡേ സൺഡേ ആയിട്ട് വരാനായിട്ടിരിക്കുന്നു. സോ അതേപോലെ നമുക്ക് എന്താ പറയുക, നമ്മുടെ അടുത്ത വീക്ക് എന്ന് പറയുന്നത് വലിയൊരു ഫണ്ടമെൻ്റൽ വീക്കാണ്. തിങ്കളാഴ്ച പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ല കലണ്ടർ ബേസ് ചെയ്തിട്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മളുടെ എന്താ പറയുക, പൊളിറ്റിക്കലായിട്ട് വരുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്കറിയാമല്ലേ. അടുത്ത ആഴ്ചയാണ് ട്രേഡ് താരിഫ് വരുന്നത്, ഓഗസ്റ്റ് 1-ാം തീയതി. അതായത് US യൂറോപ്പിനെതിരെയും പല രാജ്യങ്ങൾക്കെതിരെയും ഉള്ള ട്രേഡ് താരിഫിൻ്റെ തീരുമാനം അടുത്ത ഓഗസ്റ്റ് 1-ാം തീയതി വരുന്നുണ്ട്. അതേപോലെ മെക്സിക്കോയ്ക്കെതിരെയുള്ള താരിഫ്. അപ്പോൾ അതെല്ലാം അൺസർട്ടനിറ്റി ഉണ്ടാക്കും. അതെന്തായി തീരും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അതിനകത്തൊക്കെ ഒരു നല്ല രീതിയിലൊരു തീരുമാനം ഉണ്ടായാൽ ചിലപ്പോൾ ഗോൾഡിൻ്റെ റേറ്റൊക്കെ ഒറ്റയടിക്ക് താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയൊക്കെ ഉണ്ട്. ഓക്കെ. സോ അതേപോലെ നമുക്ക് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ജോൾഡ് ജോബ് ഓപ്പണിംഗ് ഉണ്ട്. അതേപോലെ കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ഇന്നല്ല, അടുത്ത ചൊവ്വാഴ്ച നമുക്ക് ജോൾഡ് ജോബ് ഓപ്പണിങ്ങും കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സും ഉണ്ട്. ഞാൻ ഓടിച്ചു പോവാം കേട്ടോ. അതിനുശേഷം അടുത്ത ആഴ്ച ഫണ്ടമെൻ്റൽ വീക്ക് ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഈ അടുത്ത ആഴ്ചത്തെ ന്യൂസ് ഇപ്പോഴേ പറയുന്നത്. കാരണം അതിനനുസരിച്ച് പ്രിക്കോഷൻസ് എടുത്ത് പോകാനായിട്ടാണ്. ഓക്കെ. ജൂലൈ 30-ാം തീയതി GDP അനൗൺസ്മെൻ്റ് ഉണ്ട് യൂറോ സോണിൽ നിന്ന്. രാവിലെ 7 മണി UK ടൈമിങ്. കൺസ്യൂമർ പ്രൈസ് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് യൂറോ സോണിൽ നിന്ന്. അതേപോലെ ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്. GDP അനൗൺസ്മെൻ്റ് ഉണ്ട് US നിന്ന്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ എന്താ പറയുക, നമ്മുടെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. വൈകുന്നേരം 9 മണിക്ക് 7 മണിക്ക് UK ടൈമിങ് 7 മണിക്ക് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. അതിനുശേഷമുള്ള FOMC പ്രസ് കോൺഫറൻസ് ഉണ്ട്. ബുധനാഴ്ച മാറി നിൽക്കണം എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വ്യാഴാഴ്ച റീറ്റെയിൽ സെയിൽസ് ഉണ്ട് ജപ്പാനിൽ നിന്ന്. JPYയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ നോക്കുക. അതിനുശേഷം ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് 3:30 UK ടൈമിങ്. അത് ഇന്ത്യൻ ടൈമിങ് ഏകദേശം 7-8 മണിയായിരിക്കും. അതിനുശേഷം ബാങ്ക് ഓഫ് ജപ്പാൻ പ്രസ് കോൺഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ന്യൂസൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ PCE പ്രൈസ് ഇൻഡെക്സ് ഒക്കെ ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള ന്യൂസാണ്. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. സോ വ്യാഴാഴ്ച നമുക്ക് കമ്പാരിറ്റീവ്ലി ഒരു ലെസ് ഇമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. പക്ഷേ വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഓഗസ്റ്റ് 1-ാം തീയതി തലേ ദിവസമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിസിഷൻസോ എന്തെങ്കിലും ഒരു പ്രഖ്യാപനങ്ങളൊക്കെ അന്നൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് വേണം നമ്മൾ അടുത്ത ആഴ്ച ഒരു ട്രേഡിലോട്ട് ഇറങ്ങാനായിട്ട്. അതേപോലെ CPI ഉണ്ട്. വെള്ളിയാഴ്ച CPI ഉണ്ട് യൂറോ സോണിൽ നിന്ന്. അതേപോലെ നോൺ ഫാം പേറോൾ ഉണ്ട് ഉച്ചയ്ക്ക് 1:30 മണിക്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് അല്ലേ. അപ്പോൾ അതിന് ശേഷം ISM മാനുഫാക്ചറിങ് PMI ഉണ്ട്. സോ ഇതെല്ലാം ഭയങ്കര രീതിയിൽ ഇമ്പാക്റ്റ്ഫുൾ ആക്കുന്ന നമ്മളുടെ മാർക്കറ്റ് തന്നെ വേറൊരു ലെവലിലോട്ട് പോകാനായിട്ട് ശക്തിയുള്ള ഒരു ന്യൂസാണ് ഇതെല്ലാം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ, അല്ലേ. സോ ഇതൊക്കെയാണ് എനിക്ക് ന്യൂസ് നമ്മളുടെ അടുത്ത ആഴ്ചത്തെ ഫണ്ടമെൻ്റൽ ബേസ് ചെയ്തിട്ട് പറഞ്ഞു തരാനായിട്ടുള്ളത്. നമുക്ക് തിങ്കളാഴ്ച മാത്രമാണ് എന്താ പറയുക, ടോട്ടലി ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ വീക്കെൻഡിൽ വരുന്ന ന്യൂസുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനനുസരിച്ച് തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പ്രത്യേകിച്ച് എനിക്ക് പറയാനായിട്ടുള്ള തിങ്കളാഴ്ച രാവിലെ ഒന്നും തീരുമാനങ്ങളൊന്നും എടുത്ത് പോവാതിരിക്കുക എന്നുള്ള കാര്യമാണ്. നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY 146.95 നിൽക്കുന്നു. 146 അവിടെ നിന്ന് ഇന്നലെ സപ്പോർട്ട് ചെയ്തു. നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു 146 സപ്പോർട്ട് ചെയ്യും. അവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. അവിടുന്ന് ബൈ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് നല്ലൊരു ഓൾമോസ്റ്റ് ഒരു 140 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുമുണ്ട്.
അല്ലേ? സോ ഇന്ന് എന്ത് എന്നുള്ളൊരു കാര്യം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ JPY എനിക്ക് JPY എന്നല്ല ഒന്നിനകത്തും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയയും കിട്ടാത്ത നിൽക്കുകയാണ് ഇപ്പോൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 146 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ എനിക്ക് പറഞ്ഞു തരാനായിട്ടില്ല. എനിക്ക് പറയാനായിട്ടുള്ള കാര്യം 148 ക്രോസ് ചെയ്തില്ല ഇന്ന്. 148 താഴെ തന്നെയാണ്. തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്കും 148 താഴെ തന്നെയാണെങ്കിൽ അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു തരാനായിട്ടുള്ളത്. അത് നമുക്ക് എടുത്ത് പോവാവുന്നതുമാണ്. ഓക്കെ. സോ 148 അടുത്തുള്ള ബൈ, 146 അവിടെ നിന്നുള്ളൊരു 148 അവിടെ നിന്നുള്ളൊരു സെല്ല്, 146 അവിടെ നിന്നുള്ളൊരു ബൈ, ഈ രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ 1.7610 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. വേണം എന്നുള്ള ആൾക്കാർക്ക് ഇന്നലെ 1.1800 അടുത്ത് നിന്ന് സെല്ലെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു 70 പിപ്സിൻ്റെ എങ്കിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നല്ലൊരു കാര്യം തന്നെയാണ്. 1.1800 ഇനിയും കിട്ടുകയാണെങ്കിൽ വീണ്ടും സെല്ല് ചെയ്യാം. 1.18 അത് നമ്മൾ ബേസിക്കലി വെറുതെ അങ്ങ് സെല്ലെടുക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എടുത്ത് പറയാത്തതാണ് കേട്ടോ. എനിക്കറിയാം പുതിയ ആൾക്കാർ വരുന്നുണ്ട്, അതുകൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ പറയുന്നതിൻ്റെ ശൈലി മാറ്റണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 148 ഇന്ന് ക്രോസ് ചെയ്തില്ല. രാത്രിയിൽ ഇന്ന് ക്രോസ് ചെയ്തില്ല. നാളെ തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്കും ഇന്ന് രാത്രി 1.1800 ക്രോസ് ചെയ്തില്ല. ഇന്ന് തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്കും 1.1800 താഴെ തന്നെയാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ ഒരു സെല്ലെടുക്കാം. ഇല്ലാത്ത പക്ഷം 1.1500 തന്നെയാണ് നമുക്ക് അവിടെ നിന്നുള്ളൊരു ബൈ തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ബൈ എന്ന് പറയുന്നത്. നേരെ GBPയിലോട്ട് വരുമ്പം GBP 1.3500 താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പണിങ്സ് പല മാർക്കറ്റ് ഓപ്പണിങ്സിന് നിൽക്കുന്നു. സോ ഇന്നലെ ക്ലോസ് ആയത് മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ആയത് ഓൾമോസ്റ്റ് 1.3500 മുകളിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മളുടെ യൂറോപ്യൻ സെഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓപ്പൺ ആയിട്ടുള്ളത് 1.3500 താഴെയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഉറപ്പിക്കാനായിട്ട് പറ്റിയിട്ടില്ല 1.3500 വീണ്ടും സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് തന്നെ അത് വെയിറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് 1.3500 മുകളിലാണ് എങ്കിൽ, തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്ക് 1.3500 മുകളിലാണ് എങ്കിൽ അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. തൽക്കാലം മാറി നിൽക്കുക തന്നെയാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് നമ്മൾ 3355 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. അടുത്തൊരു സപ്പോർട്ട് 3330 പിടിക്കാനാണ് കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്. കാരണം നമ്മളുടെ ഏഷ്യൻ മാർക്കറ്റ് 3370 അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഈ പറയുന്ന യൂറോപ്യൻ സെഷൻ ആയപ്പോഴത്തേക്കും 3360 താഴെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും നമുക്ക് കാണാൻ പറ്റും അല്ലേ. സപ്പോസ് അടുത്ത മാർക്കറ്റ് ക്ലോസിംഗ്, ഏഷ്യൻ മാർക്കറ്റ് ക്ലോസിംഗ് ഇന്ത്യൻ ടൈമിൽ 2:30 മണിക്ക് 3360 മുകളിലാണ് എങ്കിൽ വേണമെങ്കിൽ ഒരു ബൈ എടുത്ത് നമുക്ക് പരീക്ഷണം നടത്താവുന്നതാണ്. പക്ഷേ എനിക്ക് റെക്കമെൻഡേഷൻ ഒന്നുമില്ല, ഇന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക്. കാരണം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടുന്നില്ല മാർക്കറ്റിനെ പറ്റി. അതുകൊണ്ടിട്ടാണ് ഞാൻ മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. എങ്ങാണ് 3330 കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ബൈ എടുത്തോളൂ. 3318 അവിടെയെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കണം. അല്ലാതെ വേറെ ഒരു ഓപ്പർച്യൂണിറ്റിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടില്ല നിങ്ങൾക്ക് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ. കാരണം നമുക്ക് നല്ല രീതിയിൽ ഉറപ്പുള്ളൊരു ഓപ്പർച്യൂണിറ്റി എടുക്കുന്നതല്ലേ നല്ലൊരു തീരുമാനം അല്ലേ. സോ നമുക്ക് കഴിഞ്ഞ ആഴ്ച നല്ലൊരു ബൈ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ടൂൾ ഉച്ചിമുക്ക് വെച്ച് യൂസ് ചെയ്ത് 3448 മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയും അവിടുന്ന് 3430 വരെ മാർക്കറ്റ് സഞ്ചരിക്കുകയും ചെയ്തു. ആ ഒരു മൂവ്മെൻറ്റ് വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ആഴ്ച നമുക്ക് പ്രത്യേകിച്ച് വലിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. 3380 എടുത്തിട്ടുള്ള ആൾക്കാർക്ക്, ചൊവ്വാഴ്ച എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ചത്തുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് എന്താ പറയുക, സോ നിങ്ങൾക്കറിയാം ഇവിടെ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ കറണ്ട്
ലൈറ്റ് കട്ടായി പോകും. അപ്പം ഞാൻ എഴുന്നേറ്റാണ്. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. തിങ്കളാഴ്ച ഗോൾഡിലുള്ള ഓപ്പർച്യൂണിറ്റി 3330 അടുത്ത് കിട്ടുകയാണെങ്കിൽ അവിടെ നിന്നുള്ളൊരു ബൈ ആണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ളത്. എന്നാലും 3330 താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പണിംഗ് ഒന്നും പോകാനും പാടില്ല. ആ ഒരു സാഹചര്യത്തിൽ 3330 അടുത്ത് നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇതാണ് ഗോൾഡിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.